Hello dears, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏത്തപ്പഴവും മുട്ടയും ഒക്കെ ഉപയോഗിച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓർ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത്തപ്പഴവും മുട്ടയും ഒക്കെ ഉപയോഗിച്ച് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പാൻകേക്ക് റെസിപ്പിയാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയോ പൗഡറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഏത്തപ്പഴം പാൻകേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ഒരു ഏത്തപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പഴുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും പഴുക്കാത്ത ഏത്തപ്പഴം ഇതിലേക്കായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇത് ഏതാണ്ട് ഒരു 3 സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്ന ഒരു മുട്ടയാണ്. ഇത് നമ്മൾ എൻറ്റയർ മുട്ടയും മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് മുൻപുള്ള റെസിപ്പീസിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 3/4 കപ്പ് ഹോൾ വീറ്റ് ആട്ടയാണ്, അതായത് ഗോതമ്പ് പൊടി. ഇനി മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കര പൊടിച്ചാണ് ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺസ് ആണ് ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചും ഈ ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ കൂടുതൽ മധുരമുള്ള പാൻകേക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മൈൽഡ്ലി സ്വീറ്റ് ആയിട്ടുള്ള ഒരു അളവാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ക്യൂബ്സ് ആയിട്ട് വരുന്ന ശർക്കര തന്നെ അത്യാവശ്യത്തിനെടുത്ത് ഒന്ന് അരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതിൻ്റെ പൊടിയാണ്. നമ്മുടെ ബനാനാസ് ഉപയോഗിക്കുന്ന റെസിപ്പീസിലൊക്കെ ഇത് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫ്ലേവർ കിട്ടും. കുട്ടികൾക്ക് ഈ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അവസാനമായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഇത് തിളപ്പിച്ചാറിയ പാലാണ്. 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും ഇത് ഒരല്പം കട്ടി കൂടുതലാണ് ബാറ്ററിന്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ പാല് എക്സ്ട്രാ ചേർക്കുന്ന അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ചേർക്കുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പഴം അനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആട്ടയുടെയൊക്കെ ബ്രാൻഡ് അനുസരിച്ചും ചിലപ്പോൾ ഈ പാലിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഓഫ് ദി ബാറ്റർ നോക്കിയിട്ട് വേണം എക്സ്ട്രാ പാല് ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ പാല് ചേർക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഡയോ പൗഡറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാൻകേക്ക് ഒന്ന് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുൻപ് ദോശ ബാറ്റർ എന്ന് പറയുന്ന ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതില്ലാതെയും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ദോശ ബാറ്റർ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ടെക്സ്ചറിൽ ഒരല്പം വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നേരത്തെ റെസിപ്പീസിലൊക്കെ പലരും ഈ ഒരു ഡൗട്ട് ചോദിച്ചതുകൊണ്ട് തന്നെ ഇന്നത്തേൽ ഞാൻ കരുതി നമ്മൾ ദോശ ബാറ്റർ ചേർക്കുന്നതിന് മുൻപ് ഇതൊന്ന് ഉണ്ടാക്കി കാണിക്കാവുന്നുള്ളത്. അപ്പോൾ ചേർക്കുന്നതിന് മുൻപ് ഞാനൊരു പാൻകേക്ക് ഉണ്ടാക്കിയിട്ട് അത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ദോശ ബാറ്റർ ചേർക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു കാസ്റ്റ് അയൺ പാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം ഒരു സ്പൂൺ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ പാനിനെ കുറിച്ചും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് യൂട്ടൻസിൽസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഒരുപാട് അങ്ങ് പരത്തേണ്ട കാര്യമില്ല. ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഹോൾസ് വന്ന് തുടങ്ങും. സൈഡ്സൊക്കെ ഒന്ന് വെന്തു എന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട ശേഷം നമ്മളിതൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ്. ഒരു 30 to 40 സെക്കൻഡ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് അത് തുറന്നു നോക്കുക. തുറന്നു നോക്കി 2 സൈഡും വെന്തു എന്ന് ഉറപ്പ് വരുത്തുക.
അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. മുതിർന്നവർക്കാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ബട്ടർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ദോശ ബാറ്റർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ഹോൾ വീറ്റ് പാൻകേക്സിൽ ബേസിക് പാൻകേക്സിൽ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ച് നന്നായിട്ടൊരു വയർ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് അത് അവസാനം ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ബാറ്ററിലോട്ട് നമ്മുടെ ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ദോശ ബാറ്റർ 2 ടേബിൾ സ്പൂൺസ് ആണ് ഞാൻ ചേർക്കുന്നത്. ദോശ ബാറ്റർ എടുക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് പുളിച്ച ദോശമാവ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പുളിയുള്ള ദോശമാവാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻകേക്സിനൊരു പുളിയുടെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് അരച്ചിട്ട് ഒരു 2 ദിവസത്തിനൊക്കെ ഉള്ളിലുള്ള ദോശമാവാണെങ്കിൽ മാത്രം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പാൻകേക്സും കൂടി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരുപാട് പാൻകേക്ക് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. റാഗി കൊണ്ടുള്ളതും അതുപോലെ തന്നെ ആപ്പിൾ ഉപയോഗിച്ചുള്ളതും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഹോൾ വീറ്റ് പാൻകേക്സും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നിലും തന്നെ നമ്മൾ സോഡയോ പൗഡറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടുമില്ല. നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക്സ് ഇവിടെയും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ കൂടുതൽ ഹോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ സൈഡ്സ് ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാത്രം എടുത്ത് ഇത് അടച്ചു കൊടുക്കുക. 30 to 40 സെക്കൻഡ്സ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ്. 2 സൈഡും കുക്കായി, അകത്തൊക്കെ കുക്കായി എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം എടുക്കുക. നമ്മൾ ദോശ ബാറ്റർ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ്. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ചേർത്തില്ലെങ്കിലും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.